ബിഗ് ബോസിലെ രണ്ടാമത്തെ ആഴ്ചയിലെ പണിപ്പുര ടാസ്കിൻ്റെ ആദ്യത്തേത് കോളമായിട്ടങ്ങ് അവസാനിച്ചു. ഏകകണ്ഠമായിട്ട് 1 മുതൽ 19 വരെ സ്ഥാനം ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് ഏൽപ്പിച്ചത്. എന്നാൽ ഇവിടെ മൊത്തത്തിൽ കുളമായി. അനീഷ് തന്നെ 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാൻ റെഡിയല്ലായിരുന്നു. ശരിക്കും ഇവിടെ ഫുഡ് ഇല്ല. രാവിലെ എല്ലാവരും ഇന്നലത്തെ ഫുഡൊക്കെയാണ് ചൂടാക്കി കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫുഡിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് എടുക്കണമെന്ന് ചിലരൊക്കെ പറയുന്നു. അതുകൊണ്ട് ആദ്യമേ അനീഷിനെ തന്നെ 1-ാം സ്ഥാനം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ 1-ാം സ്ഥാനക്കാർക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവർക്ക് ഈ ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ ആവും. അത് ചിന്തിച്ച് പലരും പറയുന്നുണ്ട് അനീഷിന് 1-ാം സ്ഥാനം വേണ്ട, 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല, ഫുഡ് ഇല്ലെങ്കിലും സാരമില്ല, അനീഷിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പലരും ഇവിടെ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും പണിപ്പുര ടാസ്ക് അവസാനിച്ചിട്ടുണ്ട്. ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് പലരും പലരുടെ പിടിവാശിയാൽ അത് അവിടെ അവസാനിച്ച് അനീഷ് 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാനോ അനീഷിന് 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാനോ വീട്ടിലുള്ളവർ തീരുമാനിക്കരുത്. അങ്ങനെ 1000 പോയിൻ്റാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ 1000 പോയിൻറ്റിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഫുഡ് ഐറ്റങ്ങൾ സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ടോട്ടലി അത് ഫെയിലാക്കി കളഞ്ഞ്. അതിൻ്റെ ദേഷ്യം ബിഗ് ബോസിനുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ടാസ്ക് ഉടനെ ഉണ്ട്. ആ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.